ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്റർ BSc ബോട്ടണിയുടെ പ്ലാന്റ് അനാട്ടമി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന പേപ്പറിലെ സെപ്പറേഷൻ ടെക്നിക്സ് എന്ന 4ാമത്തെ മൊഡ്യൂളിലെ സെൻട്രിഫ്യൂഗേഷൻ, ബേസിക്സ്, പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് വേരിയസ് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് എന്ന ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Centrifugation. Definition. Centrifugation is a technique used to separate particles from a solution based on their size, shape and density by spinning them at high speed in a centrifuge. ഒരു ലായനിയിൽ നിന്ന് കണികകളെ അവയുടെ വലിപ്പം, ആകൃതി, സാന്ദ്രത എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു സെൻട്രിഫ്യൂജിൽ ഉയർന്ന വേഗതയിൽ കറക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതികതയാണ് സെൻട്രിഫ്യൂഗേഷൻ. The centrifugal force causes denser particles to move outward sediment while lighter ones remain in the supernatant. അപകേന്ദ്ര ബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സാന്ദ്രമായ കണികകളെ പുറത്തേക്ക് നീക്കാൻ കാരണമാകുന്നു. അതേസമയം ഭാരം കുറഞ്ഞവ സൂപ്പർനാറ്റന്റിൽ തന്നെ തുടരും. Types of centrifuges and their applications. 1. Small bench centrifuge. Speed up to 5000 rpm. Application used in basic labs to separate cells, blood components, etc. 2. Refrigerated centrifuge. Speed 6000 to 15000 rpm. Application used for temperature sensitive biological samples like enzymes and proteins. 3. High speed centrifuge. Speed up to 25000 rpm. Application separation of cell organelles like nuclei, mitochondria, etc. 4. Ultra centrifuge. Speed up to 1 lakh plus rpm. Application used for separation of very small particles like ribosomes, viruses and DNA. Conclusion. Centrifugation is an essential tool in biological research for isolating and purifying cellular components and macromolecules with high precision. കോശഘടകങ്ങളെയും മാക്രോ മോളിക്യൂളുകളെയും ഉയർന്ന കൃത്യതയോടെ വേർതിരിച്ച് ശുദ്ധീകരിക്കുന്നതിനുള്ള ജൈവ ഗവേഷണത്തിലെ ഒരു അത്യാവശ്യ സാങ്കേതിക വിദ്യയാണ് സെൻട്രിഫ്യൂഗേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.